നമസ്കാരം സർ. നമസ്തേ അഞ്ജന. ചീഫ് ഇലക്ഷൻ കമ്മീഷണന്റെ ഇംപീച്ച്മെന്റ് നടത്താനുള്ള പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ തുടങ്ങിയിരിക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നല്ലോ. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കളികളാണ് ഇനി നടക്കാൻ പോകുന്നത്. നിയമവിരുദ്ധമായി ഇന്നും നിലനിൽക്കുന്ന CBI പോലെ, നിയമാനുസൃത രൂപം കൊടുത്ത ED പോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും BJP സർക്കാരിന്റെ പാർട്ടിനൊത്ത് താളം ചവിട്ടാൻ സമയമായി. അല്ലെങ്കിൽ അങ്ങനെ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഇന്ത്യയിൽ പലയിടത്തും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രധാന വില്ലനായി മാറിയത് നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാപരമായ ബാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് എന്നതാണ് സമകാലീന ഇന്ത്യയുടെ ദുരന്തം. ഒട്ടുമിക്കാറുമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും അന്വേഷണ ഏജൻസിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അഭിമാനത്തോടെ കണ്ടിരുന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ജനാധിപത്യ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. 10-12 കൊല്ലം കൊണ്ട് BJP ഗവൺമെന്റ് നമ്മുടെ ഒട്ടുമിക്കാൽ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും തച്ചുടച്ചു. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് പറയുന്നത് പോലെ അല്ല കേട്ടോ, ഇത് അതുക്കും മേലെയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ എന്ന പ്രസിഡന്റ് തീരുമാനിക്കുന്നതനുസരിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷണർമാരും ചേർന്ന ഒരു ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് നിയമിക്കും എന്ന ചർച്ച വന്നപ്പോൾ ഇലക്ഷൻ മിഷണറി എക്സിക്യൂട്ടീവിന്റെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കണമെന്ന് BR അംബേദ്കർ വാദിച്ചു. ഒടുവിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാനുള്ള പ്രോസസ് പാർലമെന്റിന് വിടാൻ തീരുമാനിച്ചു. 1990 വരെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പാസീവ് ബോഡിയായിരുന്നു. എക്സിക്യൂട്ടീവിന്റെ നീക്കങ്ങളെ എതിർക്കാതിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അതാണ്. എന്നാൽ 1990 10ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി TH ശേഷൻ നിയമിതനായതോടെ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ സ്വതന്ത്ര അധികാരം പ്രയോഗിച്ചു. കോഡ് ഓഫ് കോണ്ടക്റ്റുകൾ കർശനമാക്കി, വോട്ടർ ID കാർഡ് നിർബന്ധമാക്കി, മതസ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വേദിയാക്കുന്നതിനെ തടഞ്ഞു, തിരഞ്ഞെടുപ്പ് ചെലവിന്റെ കാര്യം കർശനമാക്കി. 1990 തന്നെ 14,000 സ്ഥാനാർത്ഥികളെ ഇക്കാര്യം കൊണ്ട് തന്നെ അയോഗ്യരാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വയംഭരണാവകാശം ഊട്ടിയുറപ്പിച്ചു. ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ചുമതലകൾക്കായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന അഴിമതി സാധ്യതകൾ നിർത്തലാക്കി. രാഷ്ട്രീയ പാർട്ടികളെ നിലയ്ക്ക് നിർത്തി. ബീഹാറിലെയും പഞ്ചാബിലെയും തിരഞ്ഞെടുപ്പുകൾ ഇലക്ട്രൽ മിസ്കോണ്ടക്റ്റിന്റെ പേരിൽ റദ്ദാക്കാനും ശേഷം ധൈര്യം കാണിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായി ഇലക്ഷൻ കമ്മീഷൻ മാറി. എന്നാൽ 1993 പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു ശേഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. ഓർഡിനൻസ് വഴി ഇലക്ഷൻ കമ്മീഷന്റെ അംഗസംഖ്യ 3 ആക്കി. MS ഗില്ലിനെയും GVK കൃഷ്ണമൂർത്തിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായി നിയമിച്ചു. ശേഷന്റെ പല തീരുമാനങ്ങളും 2-1 നിലയിൽ തള്ളിപ്പോയി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും അബദ്ധങ്ങൾ മാത്രം കാട്ടിയ ചരിത്രമുള്ള ഇടതുപക്ഷം ശേഷനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടു. 1992 തന്നെ. പക്ഷെ അത് നടന്നില്ല. 1996 ശേഷം റിട്ടയറായി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറെക്കുറെ സ്വതന്ത്രമായി പ്രവർത്തിച്ചു വന്നു. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതോടെ മറ്റെല്ലാ സ്ഥാപനങ്ങളും എന്നതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവൺമെന്റിന്റെ ആജ്ഞാനുവർത്തിയായി മാറി. 2023 ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത നിലനിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 അനുസരിച്ച് വിഭാവന ചെയ്യുന്ന രീതിയിലല്ല ഇലക്ഷൻ കമ്മീഷൻ നിയമനമെന്നും അപ്പോയിന്റ്മെന്റ് പ്രോസസ് എന്ന നിയമം പാസാക്കേണ്ട ബാധ്യത ആർട്ടിക്കിൾ 324 അനുസരിച്ച് പാർലമെന്റ് ഉണ്ടെന്നും, എന്നാൽ പാർലമെന്റ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് നിയമനം നടന്ന രീതി തുടരുകയാണെന്ന് കാണിച്ചുകൊണ്ട് അനൂപ് ഭരൻവാൾ എന്ന വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചു.
2023 മാർച്ച് 2 ജസ്റ്റിസ് MK ജോസഫിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ അപേക്ഷയിൽ വിധി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കണം എന്നതായിരുന്നു കോടതി വിധി. പാർലമെന്റ് ഇക്കാര്യത്തിൽ നിയമം കൊണ്ടുവരുന്നത് വരെ ഈ സമ്പ്രദായം നിലനിൽക്കുമെന്നും വിധിന്യായത്തിൽ പറഞ്ഞു. 2023 ഡിസംബർ 12 ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കാനുള്ള ബിൽ രാജ്യസഭ പാസാക്കി. ഡിസംബർ 21 ലോക്സഭയിലും ബില്ല് പാസായി. ഡിസംബർ 29 ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടി. ബിൽ നിയമമായി. പുതിയ നിയമം പക്ഷേ ഭരണഘടനയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപമാനിച്ച് പുറത്തിരുത്തുകയായിരുന്നു. ഈ പുതിയ നിയമനമനുസരിച്ച് ആക്ട് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കണ്ടെത്താനുള്ള കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയും അംഗങ്ങളായിരിക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ചീഫ് ജസ്റ്റിസ് അംഗമാകണമെന്നിരിക്കുന്നതിന് ചീഫ് ജസ്റ്റിസിന് പകരം നരേന്ദ്രമോദിയുടെ ഒരു വിശ്വസ്തനായ മന്ത്രി മതി എന്നാക്കി നിയമത്തിൽ. അതായത് കമ്മിറ്റിയിലെ 3 പേരും രാഷ്ട്രീയക്കാർ, 2 പേർ ഗവൺമെന്റിന്റെ ഭാഗം. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത പോലും വേണമെന്നില്ല. പ്രധാനമന്ത്രിക്ക് അതില്ല. പിന്നെന്ത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നു? എല്ലാ തീരുമാനങ്ങളും ഗവൺമെന്റ് തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രം. 2024 ജനുവരി 2 തന്നെ മധ്യപ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജയ ഠാക്കൂർ ഈ നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. ജനുവരി 12 ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദിബാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് സ്റ്റേക്ക് വിസമ്മതിച്ചു. 2024 മാർച്ച് 9 ഇലക്ഷൻ കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. മറ്റൊരു അംഗമായ സതീഷ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരിയിൽ റിട്ടയർ ചെയ്തിരുന്നു. അതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് മോദി സർക്കാരിന്റെ വാലാട്ട് പട്ടി മാത്രമായ രാജീവ് കുമാറിലേക്ക് ചുരുങ്ങി. ഈ സാഹചര്യം മുതലെടുത്ത് ഗവൺമെന്റ് നിയമനം നടത്തുന്നത് തടയാനായി ജയ ഠാക്കൂർ 2024 മാർച്ച് 11 സുപ്രീം കോടതിയെ സമീപിച്ചു. അർജന്റ് ഹിയറിംഗിനായി സുപ്രീം കോടതി മാർച്ച് 15 വെച്ചു. 4 ദിവസം കഴിഞ്ഞിട്ട് തന്നെ അത്രയും ഇമ്മീഡിയറ്റ് വെച്ചു. എന്നാൽ ഈ സുപ്രീം കോടതി പരാതി കൊടുത്ത് മാർച്ച് 11 ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ IAS ഉദ്യോഗസ്ഥനായ ജ്ഞാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പ്രസിഡന്റ് നിയമിച്ചു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരിയുമുള്ള കമ്മിറ്റിയാണ് പ്രസിഡന്റിന് ഈ പേരുകൾ നിർദ്ദേശിച്ചത്. എന്നാൽ അധിർ രഞ്ജൻ ചൗധരി തന്റെ ഡിസന്റ് നോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മീറ്റിംഗിന് 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് തനിക്ക് ഈ പേര് ലഭ്യമായതെന്നാണ് ചൗധരി പറഞ്ഞത്. ചുരുക്കം ഇതാണ്: മോദിക്ക് വേണ്ടവരെ മോദി നിയമിക്കും. അതിനൊരു മന്ത്രി കൂടെ സഹായം മതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ തന്നെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പെല്ലാം കമ്മീഷൻ തന്നെ അട്ടിമറിച്ചുകൊള്ളും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട്. സുപ്രീം കോടതിയിൽ കേസ് പെൻഡിംഗ് ആണ്. ആവശ്യമെങ്കിൽ ആജ്ഞാനുവർത്തികളായ ജഡ്ജിമാരുടെ ബെഞ്ചിൽ കേസ് കൊണ്ടുവന്ന് കേസ് തള്ളിക്കും. DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് എത്ര കേസുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്കാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് മോഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 5 അനുസരിച്ചാണ് ഇംപീച്ച്മെന്റ് നടപടി. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള അതേ പ്രൊസീജിയർ. മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി തെളിഞ്ഞാലാണ് ഇംപീച്ച്മെന്റ് ചെയ്യാനാവുക. എന്നാൽ മിസ്ബിഹേവിയർ എന്ത് ആണെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. എന്തായിരിക്കും നല്ല പെരുമാറ്റമെന്ന് അനൂപ് ഭരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമായിട്ടുണ്ട്. അത് ഞാൻ ആ ജഡ്ജ്മെന്റിന്റെ ആ ഒരു പോർഷൻ കോട്ട് ചെയ്യുക. Person of integrity and independence who can command public confidence, capable of acting impartially, insulated from executive influence, and can function without fear or favor, and possess character and strength necessary to resist political pressure. ഇതാണ് നല്ല ബിഹേവിയർ. ഇതില്ലാത്തത് മിസ്ബിഹേവിയർ.
അതാണ്. മിസ്ബിഹേവിയർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. നല്ല പെരുമാറ്റം എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പൊ അതല്ലാത്തതൊക്കെ മിസ്ബിഹേവിയർ ആണ്. ജ്ഞാനേഷ് കുമാറിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് മേൽ ആ വ്യക്തിക്ക് മേൽപ്പറഞ്ഞ ഏതെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഇംപീച്ച്മെന്റ് മോഷൻ പരാജയപ്പെട്ടേക്കാം, പക്ഷെ അതൊരു പ്രതിഷേധമാണ്. അത്തരം പ്രതിഷേധങ്ങളാണ് ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.